ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഹണി ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? എരിവും മധുരവും പുളിയും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു കിടിലൻ സാധനം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ മാരിനേറ്റ് ചെയ്യലാണ്. സെക്കൻഡ് ഹണി സോസ് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട, 2 സ്പൂണ് കോൺഫ്ലോർ, 1/4 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പാത്രത്തിൽ ഓയിൽ വെച്ച് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഹണി ചില്ലി സോസിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും, 2 ടേബിൾ സ്പൂൺ ഹണിയും, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ വിനേഗറും, 4 ടേബിൾ സ്പൂൺ വെള്ളവും, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയനും വെളുത്ത എള്ളും. ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നേരത്തെ കാണിച്ചിട്ടുള്ളതുപോലെ 2 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ വിനേഗർ, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും, 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പും ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഹണി ചില്ലി സോസ് തിളച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ.